ആയിക്കോട്ടുകാരെ അങ്ങനെ അതെ ഞങ്ങൾക്ക് ഓണം ഇങ്ങ് പറ്റ എത്തിയല്ലേ ശരണ്യ അങ്ങനെയല്ലേ ഓണം ആ അങ്ങനെ ഇന്ന് ഉത്രാട ദിവസമായ ഇന്നതേ 3 പേരും തിരക്കിലാണ്. അതെ ഇന്നലെ വരെ തുണിയെടുക്കാനുള്ള തിരക്കിലായി ഇന്നതേ. ഇനി അങ്ങോട്ട് അടുക്കളയെല്ലാം തിരക്കിലാണല്ലേ? പച്ചക്കറിയുടെ തിരക്കാണ്. ശരണ്യേ ഇന്ന് എത്ര കൂട്ടം കറികളുണ്ടാകും സദ്യക്ക്? തിരുവോണം നാളെ. ആ എത്ര കൂട്ടം ഉണ്ടാവും? വെക്കും. ഏതായാലും ഇതേ കണ്ട അതെ ഒന്നുകൂടി കാണിച്ചു തരാം. എന്തേ നാരങ്ങ അല്ലേ? വള്ളി നാരങ്ങ, പിന്നെ മാങ്ങ അച്ചാറ് അല്ലേ? അച്ചാർ 4 സൈസ് ഇടും. അങ്ങനെ എല്ലാ പിന്നെ ഇതിനൊക്കെ സഹായിക്കാനായിട്ട് നമ്മുടെ അച്ഛനുണ്ട്. ഞാൻ എല്ലാത്തിലും ഉണ്ടല്ല, അവർക്കറിയാം അല്ലേ? അച്ഛനാണ് ഇവരെ ഏറ്റവും കൂടുതൽ സഹായിക്കണം. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും എന്തെങ്കിലുമൊക്കെ മേടിക്കാൻ. പിന്നെ എന്താ പറയാ അവര് ഇത്രയും ബുദ്ധിമുട്ടുണ്ടായി. ശരണ്യുണ്ട് അതെ ഇന്നും പുതിയ ഉടുപ്പാണ് ഇട്ടിരിക്കുന്നത് അല്ലേ? അതുപോലെ അതെ അമ്മ പുതിയ ഉടുപ്പാണ് അല്ലേ? ഓണം തുടങ്ങിക്കഴിഞ്ഞു. അതെ ഞാനും അച്ഛനും ഒക്കെ കണ്ടു അതെ വഴി ഇതൊക്കെ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. എനിക്ക് ഓണം വന്നാലും ഓണക്കോടിയായിട്ട് ഇടുന്നത് എനിക്ക് വലിയ പണ്ടും താല്പര്യമില്ല. ഞാൻ അങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിലേ ഉള്ളു, മനസ്സിലായി. അല്ലാതെ ഞാൻ അങ്ങനെ കൊച്ചിലെ ആഗ്രഹിച്ചപ്പോ കിട്ടാറില്ല, അന്നൊന്നും കിട്ടത്തില്ല. അതെ ഇവര് നല്ലൊരു ഒരു വർഷത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നതാണല്ലോ തിരുവോണം. ആ തിരുവോണത്തിന് പോലും ഒഴിവില്ലാത്ത ഒത്തിരി ഉദ്യോഗസ്ഥന്മാരുണ്ട്, വിദേശത്ത് കിടക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അവരൊന്നും ഇതിനകത്ത് പങ്കുകൊള്ളാൻ, കേരളത്തിലെ ഒരു ഓണത്തിന് പങ്കുകൊള്ളാൻ സമയത്ത് ഒരു നേരത്തെ ആ എല്ലാവരും കൂടി ഇരുന്ന് ഒരു ഊണ് കഴിക്കാൻ, സദ്യ കഴിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ പല ആൾക്കാർക്കും ഉണ്ട്. അത് ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് തന്നെയുണ്ട്. അപ്പം ഞങ്ങൾ എല്ലാവരും ഉണ്ടെങ്കിലും അങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലോ. എങ്ങനെയാണ് അവരുടെ കുഴപ്പമില്ല, അവരുടെ ജോലിയുടെ ഭാഗമായ കാര്യങ്ങൾ കൊണ്ടായിരിക്കാം വീട്ടിലെത്താൻ പറ്റാത്തത്. ആ ബുദ്ധിമുട്ടിൽ ഞങ്ങൾ കൂടി പങ്കുചേരുകയും. കാരണം നമ്മുടെ നാട്ടിലാണെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥരുണ്ടാകും, ആശുപത്രികളിൽ അതെ അതെ ഹോസ്പിറ്റലുകളിലെ ജീവനക്കാരുണ്ട്, ഒത്തിരി പേരുണ്ട്. ഫയർഫോഴ്സുകാർക്ക് പലയിടത്തും ആണിട്ടേക്ക് ഞാൻ സദ്യ അതൊക്കെ സ്വാഭാവികമായിട്ട് അവരെയൊക്കെ നമ്മൾ ആദ്യം നമ്മൾ മനസ്സിൽ കൊണ്ട അവരെയൊക്കെ. അതെ 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 അവരെല്ലാരും അതുപോലെ എല്ലാവർക്കും ഒന്നുകൂടി ഓണാശംസകൾ. അതെ അതെ. അപ്പം ഇനി ഇവർ ബാക്കി പാചകമൊക്കെ ചെയ്യണ വീഡിയോ മിക്ക പാചകം ചെയ്യണത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ഇന്ന് കൂട്ടുകാരെ കണ്ട അതെ ഒരാൾ മാങ്ങ അരിഞ്ഞ് തീരാറായപ്പോഴാണ് ഞാൻ വന്നത്. അതെ 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 ഇന്ന് ഞങ്ങളൊരു റീൽസൊക്കെ ചെയ്തിട്ടുണ്ട്. അമ്മ അച്ഛനും ഒക്കെ ആദ്യമായിട്ട് ആ റീൽസിൽ കയറുന്നതല്ലേ? അതെ. അപ്പൊ നമുക്ക് മാങ്ങാച്ചാറ് കഴിഞ്ഞാൽ പിന്നെ എന്തച്ചാറ്? മാങ്ങാച്ചാറ് കഴിഞ്ഞ പിന്നെ നമ്മുടെ വള്ളി നാരങ്ങയില്ലേ? ആ അതെ അതെ അത് അച്ചാറിടാൻ പോവാ. നമ്മൾ ചെറിയ നാരങ്ങ വാട്ടി വെച്ചതേ ഉള്ളൂ. അതെ അതെ അതെ. അപ്പൊ നമുക്ക് അത് അരിഞ്ഞ് ഞാൻ കാണിച്ചു തരാം. എല്ലാം ചോദിക്കാൻ മറന്നു പോയി. കൂട്ടുകാർക്ക് വലിയ ഓണം എല്ലാം അച്ചാറല്ലേ ഇട്ട എല്ലാരും. നമ്മളേ ഇടുന്നതേ ഉള്ളൂ. ആളിരുന്ന് മാല കെട്ടുന്ന കണ്ടോ? അച്ചിക്കുട്ടിക്ക് വേണ്ടി കെട്ടുന്ന അല്ലേ? അച്ചിക്കുട്ടിക്ക് നാളെ അമ്പലത്തിൽ പോകാൻ വേണ്ടി കെട്ടിക്കൊടുക്കുക. അമ്പലത്തിൽ കൊടുക്കാനല്ല കേട്ടാ, തലയിൽ വെക്കാൻ. അതിന് വേണ്ടി ഇത് കണ്ട അടിപൊളിയായിട്ട്. ഇവർക്ക് സാധാരണ പെണ്ണുങ്ങളല്ലേ പൂകെട്ട് പഠിക്കേണ്ടത്. ഇവിടെ ഇവർക്ക് ആർക്കും പൂകെട്ടാൻ അറിയാൻ മേല. ഞാൻ കെട്ടി പഠിച്ചു നോക്കിയതാ, പക്ഷെ നടക്കുന്നില്ല. അതെങ്ങനെ അല്ല നമുക്ക് പാചകം മാത്രമേ ഉള്ളൂ, പഠിപ്പിക്കുക തന്നെയല്ല. അതെങ്ങനെ അങ്ങോട്ട് വെച്ചും തേച്ചിന് അങ്ങോട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ പരിപാടിയാണ്.
കണ്ട ഇങ്ങനെ അങ്ങോട്ട് എടുത്ത് ഇങ്ങനെ അങ്ങോട്ട് വെക്കുമ്പോൾ കെട്ടാണ് എന്റെ പൊന്നെ ഞങ്ങൾക്ക് നടക്കത്തില്ല. നിസ്സാര അത് കാര്യം ഞങ്ങളുടെ പാചകം ചെയ്യാൻ പറ്റുമോ? നമുക്ക് വർത്താനം പറഞ്ഞുകൊണ്ടൊക്കെ ചെയ്യാൻ പറ്റിയൊരു ഇതാണ്. പാചകം പോലെയല്ല, ഇതൊക്കെ പഠിച്ചിരിക്കണ്ടേ എല്ലാം. കണ്ട അതെങ്ങനെ ഇത് കണ്ട അതെങ്ങനെ അങ്ങോട്ട് എടുത്ത് ഇതിലോട്ട് കയറ്റി അത്ര വെള്ള സിമ്പിൾ പരിപാടി. പക്ഷെ ഇവർ അത് മെനക്കെടുന്നില്ല. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടാ, ഈ അരളി അങ്ങനെ ഉപയോഗിക്കരുതെന്നാണ് പറയണത്. ഈ വിഷാണെന്നൊക്കെ പറഞ്ഞ് അന്ന് ഒരു ഇതുണ്ടായിരുന്നില്ല, അത് കാരണം അരളി ഉപയോഗിക്കരുതെന്നാണ് പറഞ്ഞത്. പക്ഷേ എന്ത് ചെയ്യാനാ, നമ്മുടെ അച്ചിക്കുട്ടി ഇവിടെ ഇരിപ്പുണ്ട്, ആളെ കാണിക്കുന്നില്ലെന്നേ ഉള്ളു. അച്ചിക്കുട്ടിക്ക് അരളി മതി, മുല്ലപ്പൂ കൊടുത്താൽ വേണ്ട. മുല്ലപ്പൂ മേടിച്ചു വെച്ചിട്ടുണ്ട്, പക്ഷെ വേണ്ട. കഴിഞ്ഞ സ്കൂളിൽ സെലിബ്രേഷന് പോയത് വരെയും അരളിപ്പൂ തിരക്കി നടന്ന് മേടിച്ചാണ് പോയത്. ചിറ്റ മേടിച്ചു കൊടുക്കും. അതെ, പിന്നെ ഞാൻ മേടിച്ച എൻ്റെ പാടാണ് ഇങ്ങനെ കെട്ടിക്കൊടുക്കുക. പാടല്ല കേട്ടോ, സുഖമാണ് കേട്ടോ. എന്നാലും ചിലപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോകാൻ ഒരുങ്ങുമ്പോഴായിരിക്കും ഇത് കെട്ടാൻ പറയണം. പക്ഷേ ഓണായിട്ട് നാളെ അമ്പലത്തിൽ ഇത് തലേ വെച്ചുകൊണ്ടാണ് ഓണത് അച്ചിക്കുട്ടി. അപ്പം ശരണ്യാണ് വീഡിയോ എടുക്കുന്നത്. ശരണ്യ എന്തോ ഇന്ന് ഓണാണ്, തിരക്കാണ്, പാചകം ഇല്ലേ? പാചകമുണ്ട്. ആ എന്തുണ്ട്? പാചകമുണ്ടോ? ഇപ്പൊ നമ്മളെ പാചക വീഡിയോയിലോട്ട് പോവാം. ഞാൻ റീൽസ് കഴിഞ്ഞിട്ട് വന്നിട്ട് ഷർട്ട് പോലും മാറിയില്ല. അച്ചക്കുട്ടി പിടിച്ച പിടിയാലെ ചിക്കൻ ഇവിടെ ഇരിക്കുമെന്നും പറഞ്ഞു ഇരുത്തിയാണ് കെട്ടിക്കണം. അച്ഛൻ്റെ സന്തോഷമല്ലേ? അതെ അതെ, അതാണ് അച്ഛൻ്റെ സന്തോഷമാണ് നമ്മുടെ സന്തോഷം. അച്ഛൻ്റെ അവിടെ ഇരുന്ന് ശരണ്യ അരിഞ്ഞു വെച്ച മാങ്ങ തിന്നോണ്ടിരിക്കുകയാണ്. ആണോ? ഓ അച്ഛാ, അച്ഛൻ ഇന്ന് ഡ്യൂട്ടിയൊന്നും ഇവര് തന്നില്ലേ? അല്ല, ഞാൻ ഇച്ചിരി മാറി നിൽക്കുക. കാര്യം തിരുവോണം കഴിക്കണമെന്നുണ്ടെങ്കിൽ അവര് തന്നെ തയ്യാറാക്കേണ്ടത്. ആണല്ലേ? അച്ഛൻ വിളമ്പാനേ കൂടുള്ളൂ. അമ്മയും പാളും കൂടി വന്ന് ചെയ്ത് തന്നിട്ട് നമുക്ക് നാളെ രാവിലെ 10 മണി 10:30 11 മണിക്കുള്ളിൽ നമ്മൾ തിരുവോണ സദ്യകൾ കഴിക്കുന്നതാണ്. അങ്ങനെയല്ലല്ല, നമ്മുടെ അച്ഛനും അമ്മയൊക്കെ ഉള്ളപ്പോ എന്താ ആണുങ്ങൾ 365 ദിവസം പെണ്ണുങ്ങൾ അടുക്കള കയറുന്ന കാരണം പിന്നെ ഓണത്തിന് ആണുങ്ങളാണ് അടുക്കള കയറി വേവിച്ച് തന്നത്. കറിയൊക്കെ വെച്ച് തന്നത് ആണുങ്ങളാണ്. അങ്ങനെയാണ്. അന്നേരം വേറൊരു കാര്യമുണ്ടേ, ഇതെല്ലാ സാധനം നിങ്ങൾ ഇവിടുത്തെ പെണ്ണുങ്ങള് ഞങ്ങൾ ഒരു കടയിൽ പോലും വിടുന്നില്ലല്ല. ഇവിടെ ഞാനും ഷിജു എല്ലാ സാധനം നിങ്ങളെ ഇരിക്കുന്ന സ്ഥലത്ത് കൊണ്ട് എത്തിച്ചു തരും. അങ്ങനെയല്ല, എല്ലാ സാധനം ഓണത്തിനല്ല, ഓണം നമ്മള് ഓണത്തിനൊരു ദിവസം ഉത്രാടത്തിന്റെ അന്ന് പെണ്ണുങ്ങൾക്ക് ലീവാണ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, പട്ടിണി കിടക്കണ്ട. അച്ഛൻ റീൽസ് ചെയ്തേച്ചും വന്നിട്ട് എന്തുകൊണ്ട് ഷർട്ട് ഊരിയില്ല, മുണ്ട് ഊരിയില്ല? ഞാൻ ഷർട്ടും ഊരിയില്ല, ഒരു തുകർത്ത് കൂടി എടുത്ത് തോളയിലിട്ട് ഞാൻ ഇച്ചിരി നേരം പുറത്ത് മാറിയിരുന്നു. ഇവിടെ വിളക്ക് കത്തിക്കണമായിരുന്നു. ആ വിളക്ക് വിളക്ക് അമ്മ കത്തിക്കാൻ ഞാൻ നേരം സിറ്റ് ഔട്ടിൽ പോയിരുന്നു. അവിടെ ഇരുന്നവർ പിന്നെ ഫോണൊക്കെ നോക്കി ഇരുന്ന് അങ്ങനെ അവിടെ ഇരുന്ന് പിന്നെ എനിക്ക് തോന്നി എന്നാ ഇങ്ങിട്ട് ഇവിടെ എന്തോ വേണ്ട ഇവിടെ ആരോ പറഞ്ഞിട്ടുണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. കണ്ണൂരുള്ള ചേച്ചി ശരീരം വിളിച്ചെന്നാണ് പറഞ്ഞത്. നമ്മളെ വീഡിയോ കണ്ടുണ്ട്. അപ്പൊ ഞാനിത് കേട്ടിട്ടാങ്ങിട്ട് വന്നത്. അതെ, ഒത്തിരി പേര് നമ്മളെ വിളിക്കുന്നുണ്ട്. എല്ലാവരും ഇന്ന് ഓണാശംസകൾ പറയാൻ ഒത്തിരി പേര് വിളിക്കും. പക്ഷെ പേര് പറയുന്നില്ല. പേര് പറയുമ്പോൾ മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകും അല്ലേ? അതെ 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 അതെ, ഒത്തിരി പേര് നമ്മളെ ഇന്ന് വിളിച്ചിട്ടുണ്ട്. അമ്മ എന്നെ അടിക്കണമ്മ? ഞാൻ ഉള്ളി പൊളിക്കണം. അതെ, ഉള്ളിയൊക്കെ പൊളിച്ച് വെച്ചോണ്ടിരിക്കുകയാണ്. ഇഞ്ചി വെള്ളത്തിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ പോയി മേടിച്ചിട്ട് കൊടുത്ത ഉള്ളി നോക്കിയാ
ഇത് ഈ ഉള്ളി ഇതൊക്കെ കണ്ട ഇതൊക്കെ നല്ല സൈസ് ഉള്ളിയാണ് അതെ 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 ഇത് കണ്ട എന്നാ ഇത് സവോള ഉള്ളി അല്ല അല്ല അസൽ ഉള്ളി യഥാർത്ഥ ഉള്ളി തന്നെ യഥാർത്ഥ ഉള്ളിയാണ് ആ അത് മേടിച്ചത് അപ്പൊ ഇവരെ കൂടി ബുദ്ധിമുട്ട് ചെറിയ ഉള്ളി മേടിച്ച് ഇവര് ബുദ്ധിമുട്ടായിരിക്കാൻ ഓണായിട്ട് കുറെ നേരം പൊളിച്ചിരിക്കണ്ടല്ല. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, എന്ത് കുഴപ്പം? വെളുത്തുള്ളി കാണിച്ചു ചെറുതായി. വെളുത്തുള്ളി എന്ന് പറഞ്ഞാൽ ഒത്തിരി ഓവറല്ല, മനസ്സിലായോ? നമ്മള് മീഡിയം വെളുത്തുള്ളി കിട്ടുന്നുണ്ട്. അത് എപ്പോഴും കിട്ടണല്ലേ, അങ്ങനെ കിട്ടിയല്ല പറഞ്ഞിട്ട് കാര്യം നമുക്ക് കിട്ടണല്ലേ മേടിക്കാൻ പറ്റും. എന്നാലും ഏറെക്കുറെ ഒക്കെ നമ്മള് വലുത് കിട്ടുമെങ്കിൽ അത് മേടിക്കും. ശരണ്യ എന്തോ എന്നാടിക്കാണ് ഐശ്വര്യമാറ്റും. നമ്മള് അച്ചാറെ പിടിച്ചു ആദ്യം അച്ചാറ് തന്നെ ഇട്ടേക്കാന്ന്. തുടങ്ങാന്ന് എന്നാക്കാണ് എടുത്ത് വെച്ചിരിക്കുന്നത്? മാങ്ങ അച്ചാറിടാനും നാരങ്ങ അച്ചാറ്. നാരങ്ങ അരിഞ്ഞില്ല കേട്ടോ, എല്ലാവരും ഒന്നിച്ച് അങ്ങോട്ട് അച്ചാറിടുവാന്ന്. അത് വാട്ടി വെച്ചിട്ട് ഇനി അച്ചാറിടണം അല്ലേ? ഞങ്ങളെ പരഞ്ഞ് ഉപ്പിട്ട് വെച്ചു. പരണിയിൽ ഉപ്പിട്ട് വെച്ചല്ലേ? പരഞ്ഞ് ഉപ്പിട്ടിട്ട് വെച്ചു. അപ്പൊ വാക്ക് വലിച്ചല്ലേ നമ്മള്? നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയാണ് പറഞ്ഞത്, എന്നാലും നമുക്ക് ചെയ്യാവുന്നതായ കാര്യങ്ങൾ നമ്മൾ നിങ്ങൾ പറയുന്നത് കേൾക്കുന്നതനുസരിച്ച് അല്ലേ? അപ്പൊ കടുക് പൊട്ടിച്ച് ഉരുവായിട്ടു. ഇതിന്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുള്ള കേട്ടോ. അതെ അതെ അതെ. എല്ലാം ഇട്ടേക്ക് ഓടിക്കളഞ്ഞ ശരി. അപ്പൊ ഫുള്ളായിട്ട് വീഡിയോ കാണിക്കുന്നില്ല അച്ചാറിടുന്നത്, കാരണം എല്ലാ കറികളുടെയും ചെറിയ ചെറിയ വീഡിയോസ് അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾക്കും മടുക്കും കാണാൻ. അതെ അതെ. കൂട്ടുകാരെ എന്തത് ഇന്നത്തെ അച്ചാറിന്റെ എല്ലാം ഞാൻ അരിഞ്ഞു കണ്ട, വെളുത്തുള്ളി അരിഞ്ഞ് സെറ്റായിട്ട് വെച്ചത്. അതെ, ഇതെന്നാണ് ഇഞ്ചി. ഇത് ഉള്ളിക്കറിക്ക് ഇത് ബീട്രൂട്ട് അച്ചാറ്, പിന്നെ ഇത് ചെറുനാരങ്ങ അച്ചാറ്, വള്ളിനാരങ്ങ അച്ചാറ്. അപ്പൊ ഇത് രണ്ട് അച്ചാറ് ചുമപ്പാണ് ഇടണത്. ഇത് ചുമപ്പ്, ഇത് മഞ്ഞ അച്ചാർ. അപ്പൊ അങ്ങനെ അച്ചാറിൻ്റെയൊക്കെ എല്ലാം അരിഞ്ഞ് രാത്രിയായിട്ട് പാചകം തീർന്നിട്ടില്ലതേ. രാത്രി തന്നെ ഓരോ പാചകത്തിലാണ്. എന്നാണ് ഇടുന്നത്? തിരക്കാണല്ലേ ഇന്ന് ഭയങ്കര. അമ്മയാണെങ്കിൽ തേങ്ങ ചിരണ്ടിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ ഇതെന്തിനു വേണ്ടിയാണ് ഇപ്പൊ ചിരണ്ടത്? അതെ അതെ അതെ. ഇഞ്ചിക്ക് ചിരണ്ട. ആഹാ, നല്ല ഉറക്കമൊന്നും ഇല്ലേ രണ്ടുപേർക്കും? ഈ ആണോ? അതുകൊണ്ടാണ്. ഓണത്തിന്റെ തലേദിവസം എല്ലാരും ഉറക്കം നിൽക്കും. സാധാരണ ഈ കല്യാണ വീടുകളിൽ തലേദിവസം പാചകം നടക്കണ പോലത്തെ അതേ ഒരു ഫീലാണ്. കണ്ട, ഒരാള് കാണിച്ച കണ്ട എന്നാണ് ഇട്ട ഉടനെ തന്നെ നമ്മൾ മാറ്റുമല്ലേ? ഇന്ന് എല്ലാ പാത്രവും തിരക്കിലാണ് അല്ലേ? ഇത് തന്നെ മഞ്ഞ കളറിൽ ഇടുന്ന അച്ചാറാണ്. അതെ അതെ. ഓക്കെ, വരും ധൃതി പാചകത്തിലാണ്. ആ പാത്രവും കൂടി വടിച്ചെടിയാണ് ശരണ്യ. ആണോ? ഇനി അതിൻ്റെ അകത്തൊന്നും ഇല്ല. ഇതെന്നാണ് സാധനം? എന്നാണ്? ബീട്രൂട്ട് അച്ചാർ. ആ, പിന്നെ അച്ചാർ. അതെ 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 അതെ. ബീട്രൂട്ട് അച്ചാർ. അതെ അതെ അതെ. അമ്മയാണെങ്കിൽ ഇത് എന്നാലും അതിൻ്റെ ഇടയ്ക്ക് അമ്മ എന്നാ എടുക്കണം? ഞാൻ ഇഞ്ചി പിന്നെ വറുത്തെടുത്ത് കറി വെക്കണത് എനിക്കറിയാവുള്ളൂ. ഇഞ്ചി വറുത്താണ്. വറുത്ത് മുളകും ഇത് വറുത്ത് കോരി കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് തേങ്ങയും ഇട്ട് വറുത്തിട്ട് അരച്ചാണ് കറി വെക്കണം. അങ്ങനെയാണ് ഇഞ്ചിക്കറി അമ്മ വെക്കണം. ഞാൻ വെക്കണം അങ്ങനെയാണ്. പിന്നെ എല്ലാവരും ഇഞ്ചി ചെറുതായിട്ട് കൊത്തി പിഴിഞ്ഞ് കളഞ്ഞു
വെക്കും. പക്ഷെ അതെനിക്ക് അറിയില്ല, ആ എനിക്ക് ഇതേ അറിയാവുള്ളൂ. വറുത്തയച്ച് വറുത്ത് അതിന് ഇഞ്ചി വറുത്തൻ്റെ രുചിയാണ്. ഇനി ഇത് കോരി വെച്ചും തേങ്ങ ഇടും ഇതിലോട്ട്. ആ ശർക്കര റെഡി ആയല്ലേ? കൂട്ടുകാരെ, ദേ ഞാൻ അച്ചാറ് 4 സൈസ് ഇട്ടിട്ടുണ്ട്. 4 സൈസ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇച്ചിരി വൃത്തികേടായിട്ട് കിടക്കുന്ന എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. പച്ചക്കറിയിലെ അരിഞ്ഞ് ഒന്നും ഇതൊന്നും അടുക്കി പൊറുക്കിയിട്ടൊന്നും ഞങ്ങൾ കൂടുതലും ഇവിടെ വെച്ചൊക്കെയാണ് അരിയുന്നത്. അരിയുന്നത്. ഇതാണ് നമ്മളെ സ്വന്തം നാരങ്ങ നാരങ്ങാച്ചാറ്. ഇത് മാങ്ങ അച്ചാറ്. ഞാൻ കുറേശ്ശെ ഇങ്ങനെ കുപ്പിക്കത് തണുക്കുമ്പോ അത് ആക്കിക്കൊണ്ടിരിക്കും. മഞ്ഞ ഇത് കളറില്. മഞ്ഞ കളറ്. ഇത് നമ്മളെ ഞാൻ പറഞ്ഞില്ല അടുക്കള വെച്ച്. പിന്നെ ഒരു സാധനം ഇടാൻ പറഞ്ഞു പോയി, നമ്മുടെ പാവയ്ക്ക. പാവയ്ക്ക എന്താണ് ചെയ്യണത്? പാവയ്ക്ക അച്ചാറിടാൻ വേണ്ടി ഞാൻ വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പാവക്കായ കഴിഞ്ഞു. നീ ഞാൻ വെളുത്തുള്ളി പൊളിച്ചോണ്ടിരിക്കുക. അപ്പൊ അങ്ങനെ ധൃതി പണി അല്ലെ, കിടക്കണ്ടേ നമുക്ക്? ഓണാണേ, താമസിച്ച് കിടന്നാ മതി. എന്ത് ഇഷ്ടാണ് പാചകം ചെയ്യാൻ. നമ്മളെ പാചകം ഒരു കലയല്ലേ. കലയാണ്. അമ്മയും കൊള്ളാം, മകളും കൊള്ളാം. അതെ, നിങ്ങൾക്ക് രണ്ടൊക്കെ പോയിട്ടാണ് ഇറങ്ങാം. ഞങ്ങൾ വന്ന് കടയിൽ പാത്രം കഴുകി വെച്ചിട്ട് ഞങ്ങൾ വന്ന് കുളിച്ച് അങ്ങനെ നിങ്ങളെ ഇട്ടു ഞാൻ മാറി കിടന്നുറങ്ങുക ആണോ? അത് ചെയ്യത്തില്ല, ഞങ്ങളുടെ കൂടെ ഇവര് കിടക്കത്തുള്ളൂ. എന്നാ ശരി, ബാക്കി നാളെ രാവിലെ ചെയ്യാം. ഇനി ഈ പാവക്കച്ചാറ് അച്ചാറെല്ലാം ഇട്ടല്ല. ഉള്ളിക്കറിക്ക് ഇനി കടുക് വറുത്ത് അതും കൂടി ഇടണം. ഉറക്കം നിൽക്കണ്ട. എനിക്കിപ്പം കുഴപ്പമൊന്നുമില്ല. ഉറക്കം നിന്നാൽ അറിയാല്ല എന്താണെന്ന്. എനിക്കറിയാം, തലവേദന വരും, BP-യുടെ വിഷയമുള്ളതാണ്. നമ്മളെ വർഷത്തിലൊരിക്കൽ വേണം ഓണല്ലേ. എന്നാ ശരി, എന്നാ ഞാൻ വെയിറ്റ് ചെയ്യാം. ഞാൻ ഉള്ളിക്ക് അരച്ച് വെച്ച് ഉള്ളി തീയൽ വെക്കാൻ പോകുന്നു. അപ്പൊ ഈ ഗ്യാസടപ്പ വെച്ചിരിക്കുന്നത് തന്നെയാണ് ഉള്ളി വേഗം വെച്ചേക്കുന്നേ. ഞാൻ പാത്രം കഴിക്കാൻ ഒരാള് പാത്രം കഴുകണം, അത് ധൃതി അല്ലേ? എനിക്ക് രാവിലെ ഇരിക്കുമ്പോ മൊത്തം പാത്രം ആയിട്ടുണ്ട്. ശരണ്യ, എന്തോ ഇതന്നെ ഉള്ളിക്കറി. ഇത് ഉള്ളിക്കറി ശരണ്യ പാത്രം കഴുകാൻ നേരത്തെ അമ്മ തന്നെ വെച്ചപ്പനോട് പറഞ്ഞ് ഇപ്പം വരാം, ഒന്ന് ഇളക്കിക്കൊണ്ടിരുന്നോളാൻ പറഞ്ഞു. അതാണിപ്പൊ അങ്ങോട്ട് പോയത്. അമ്മ ഗുളി കഴിക്കാൻ പോയതാ. ഗുളിക കഴിക്കാൻ പോയത്. ഇതെന്നാണ് ഈ പൊടിച്ചു വെച്ചിരിക്കുന്നത്? ഇത് നമ്മുടെ ഇഞ്ചി ഇല്ലേ, ഇഞ്ചിക്കറിക്ക് ഇഞ്ചിയും തേങ്ങയും കൂടെ വറുത്ത്. വറുത്ത് കോരിയത് പൊടിച്ചു വെച്ചിരിക്കുകയാണല്ലേ? പൊടിച്ചില്ല, ഇത് അരക്കണേ. ഇതിനി അരക്കണം അല്ലേ? അരക്കണം. എല്ലാത്തിനും കുപ്പി കഴുകി വെക്കാം. എന്താണ് ഓരോ കറി നമ്മൾ തണുത്തി കഴിയുമ്പോ കുപ്പിക്കകത്തിട്ട് വെക്കും. ആണോ? അടച്ചു വെക്കാൻ വേണ്ടി. അടച്ചു വെക്കാൻ വേണ്ടി. കൂട്ടുകാരെ, 12:25 പോണു സമയം. ഇപ്പോഴും അമ്മയും മകളും പാചകം കഴിഞ്ഞിട്ടില്ലെന്നാ തോന്നണം. എന്തായി, അമ്മയുടെയും മകളുടെയും പാചകം കഴിഞ്ഞില്ലേ? മണി എത്രയായി? കിടക്കണ്ടേ? ഞങ്ങളുടെ ഇഞ്ചിക്കറിയും കൂടെ വെന്താ ഞങ്ങൾ പോയി കിടക്കും. ഇത് നേരത്തും കാലത്തും കിടക്കണ്ടേ? ഇത് എന്ത് ഇഞ്ചിക്കറി? ഇഞ്ചിക്കറി. ഇത് പറ്റി വന്നാലേ? ഇത് പറ്റി വേണം. ബാക്കി വീഡിയോ നാളെ ആവുകയുള്ളൂ. നാളെയല്ലേ ബാക്കി ചെയ്യുന്നുള്ളൂ. അപ്പൊ ഞാൻ പോയി കിടന്നോട്ടെ. എന്താണ് ഉറക്കം വന്നില്ലേ അമ്മ? ഇതൊന്ന് ഉറക്കം വന്നില്ല. ശരി, ഇഞ്ചിക്കറി വറ്റി എണ്ണയൊക്കെ നല്ല പൊങ്ങി വരുമ്പോ ഇറക്കി വെച്ചിട്ട് ഞങ്ങൾ പോയി. അപ്പൊ നാളെ ഇനി അധികം പണിയില്ലല്ലോ? നാളെ പണിയുണ്ട്, പൂരപ്പണിയുണ്ട്. ഒരാള് രാവിലെ എണീറ്റ് എന്തിനടിയാണ് ശരണ്യ? സാമ്പാർ. കണ്ട, സാമ്പാറിനുള്ളതാണ് അത്. ഈ അപ്പം അങ്ങനെ ഇതൊക്കെ ഞാൻ ചീവിയതാണ് കേട്ടോ. ഈ കാണുന്നതൊക്കെ താഴെ വീഴാതിരിക്കാനാണ് ഇതിൽ ബക്കറ്റിൽ അടപ്പെടുത്ത് വെച്ചാണ് വെച്ചത്.
ഇതെല്ലാം ചീവി കൊടുത്ത് അരിയണ രീതിയൊക്കെ ശരണ്യാണ്. വലിയ കഷ്ണമായിട്ടും ചെറിയ കഷ്ണമായിട്ടൊക്കെ അരിയണ്ടേ അല്ലേ? അറിയണം. ആ. അച്ഛൻ പണക്കെട്ട വേഗം നമുക്ക് അമ്പലത്തിൽ പോകണ്ടേ? പോണം. ആ എല്ലാവർക്കും ഇവിടമായി ഓണം. ഞങ്ങൾക്ക് സാമ്പാറിൽ തുടങ്ങി. സാമ്പാറിലാണോ തുടങ്ങിയത്? അപ്പൊ ഇന്നലെ എന്തെല്ലാം ഇണക്കി വെച്ച്? ഇന്നലെ എല്ലാരും കണ്ടു. അതെ കണ്ടതാണ് നേരെ. അപ്പം ഇനി ഇന്നത്തെ ബാക്കി പാചകവും അമ്മ അമ്മ വന്നിട്ടുണ്ട്. അമ്മയും നല്ല സുന്ദരിയായിട്ട് അല്ലേ, അടുത്ത ഡ്രസ്സൊക്കെ ഇട്ട്. അത് പച്ചമുളക് എടുക്കാൻ വന്ന അടുക്കളയിലാണ്. പാചകത്തില് ഹാപ്പി ഓണം എല്ലാവർക്കും. എല്ലാവർക്കും ഹാപ്പി ഓണം. തക്കാളിയൊക്കെ അരിഞ്ഞ് തീർന്നില്ലേ? പോകണ്ടേ? അരിഞ്ഞു വെച്ചിട്ട് ഉടുപ്പൊക്കെ ഇട്ട് അമ്പലത്തിൽ പോകണ്ടേ? അതെ, ചെത്താൻ മാത്രല്ല കേട്ടോ, നമ്മള് എന്റെ ഭഗവാനെയും കൂടെ കാണാൻ വേണ്ടി. എന്നാ അങ്ങനെ പറഞ്ഞു. ആരോർത്തിട്ട് അമ്പലത്തിൽ പോണ ചെത്താൻ അല്ല, ആദ്യം ഞങ്ങളെ പോയിട്ട് അങ്ങനെ കൃഷ്ണനെ കാണണ്ടായോ. ശരണ്യക്ക് പൂ വെക്കാൻ വേണ്ടി അമ്മ അതെ എടുത്ത് കുടിക്കുക. രാവിലെ ഞങ്ങളൊന്ന് അമ്പലത്തിൽ പോയിട്ട് വരാന്ന് വെച്ച്. ഞാൻ ചായ കുടിക്കുന്നതേ ഉള്ളൂ. ശരണ്യ അമ്പലത്തിൽ പോകാൻ ഇറങ്ങിയപ്പോഴാണ് ചായ കുടിക്കണത്. അച്ചുവിന് മേടിച്ചപ്പോൾ അതിൻ്റെ ബാക്കി അരളിപ്പൂ കൂടി ഈ കൂടെ വെക്കണുണ്ടല്ലേ? അച്ഛൻ എടുത്തതാണ് ഇന്ന് തിരുവോണ ദിവസം ഇടുന്നതല്ലേ? ആഹാ. എന്നാ പറഞ്ഞു? അച്ഛൻ എടുത്ത് തന്നെയല്ലേ ഇടുന്നേന്ന്. അതെ അച്ഛൻ ചോദിച്ചു. അച്ഛൻ വീട്ടിൽ ഇടാൻ വേണ്ടി ഒരു ഉടുപ്പെടുത്തായിരുന്നു. അത് അച്ഛന്റെ നിറമുള്ള ഷർട്ടിന്റെ അത് ഇടുന്നില്ലെന്നാ ചോദിക്കുന്നതും. അത് വീട്ടിൽ വന്നു കഴിയുമ്പോൾ ഇടും അല്ലേ? അത് വന്നു കഴിയുമ്പോ ഇടും. ആഹാ, അടിപൊളിയായിട്ട് വെച്ചല്ല അമ്മ. സൂപ്പറായിട്ടാണ് കേട്ടാ വെച്ചിരിക്കണേ. ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ ശരണ്യ. സുന്ദരിയായി. ഫോട്ടോ എടുത്ത് കാണിച്ചോണ്ട്. അതെ ശരണ്യ, അങ്ങനെ മോര് കാച്ചിയാണ്. മോര് കാച്ചി വെച്ചു. സാമ്പാർ. ഇത് മോര് കാച്ചിയത്. ഇനി സാമ്പാർ എന്ത്? വെട്ടക്കൂടെ കേട്ടോ. തുറക്കത്. കൊള്ളാം. അങ്ങനെ സാമ്പാറായി. അങ്ങനെ മോര് കാച്ചിയതുണ്ട്. രണ്ടുപേരും കൂടി എന്നെ അടിക്കുകയാണ്. ഞങ്ങള് ബീട്രൂട്ട് പച്ചടി വെക്കാൻ പോവാണ്. തൈരഴിച്ച് പച്ചടി വെക്കാം. പിന്നെ തോരനില്ലേ? തോരനുണ്ട്, മെഴുക്കുവരട്ടിയുണ്ട്. മെഴുക്ക് വരട്ടി വരെയുണ്ടോ? സദ്യക്കാരും മെഴുക്ക് വരട്ടി വെക്കാറില്ലല്ലോ. നമ്മളൊരു കാര്യം കൂട്ടിയതാ. എല്ലാവരും നല്ല പാചകത്തിലാണ്. അച്ഛനാണെങ്കിൽ പഴം തിന്നണ്ടിരിക്കുകയാണ് അല്ലേ? അച്ഛൻ എവിടെ പോയതാണ്? ഞാൻ എൻ്റെ ഒരു സുഹൃത്തിന് ഇച്ചിരി പലഹാരം കൊടുക്കാൻ വേണ്ടി പോയാണ്. കാരണം എല്ലാ വർഷവും ഞാൻ കൊടുക്കണതാണ്. രാവിലെ ഒന്ന് കൊടുത്തിട്ട് പോരാ, അല്ലെങ്കിൽ പോകുമ്പോൾ ദിവസം അതാണ്. അതെ, നമ്മുടെ ഓണം സ്പെഷ്യലായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ്. ശനി എന്തടിക്കാണ്? അവിയൽ കഷ്ണം അരിഞ്ഞു വെച്ചേക്കും. അവിയൽ കഷ്ണം. അമ്മ എന്നെ അടിക്കാണ്? ഓ, തിരക്കിലാണ്. അച്ഛനും തിരക്കിലാണ്, പഴം തിന്നണം. അതെ പിന്നൊരു കാര്യമുണ്ട്, ഞങ്ങൾ അമ്പലത്തിൽ പോയായിരുന്നു. പക്ഷെ അതിന്റെ വീഡിയോ എടുത്തില്ല. ഭയങ്കര തിരക്കായിരുന്നു. അമ്പലത്തിൽ പോയി വന്നു കഴിഞ്ഞിട്ട് അടുത്ത ഡ്രസ്സ് ഇട്ടതാണ് ഇത് അല്ലേ? അതെ. അണ്ണനും ഒക്കെയൊക്കെ വന്നുണ്ട്. ഇതേ എല്ലാരും കാത്തു നിൽക്കണം കേട്ടോ വാദിക്ക്. എന്താ അച്ഛനും അമ്മക്കുമുള്ള ഓണക്കോടിയൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ? അവർ 3 പേരുവേ വന്നിട്ടുള്ളൂ. കണ്ണൻ എവിടെ പോയി? ആദിത്യൻ അമ്പലത്തിൽ പോയി. ആദിത്യൻ കൂട്ടുകാരനുമായിട്ട് അമ്പലത്തിൽ പോയിരിക്കുകയാണ്. ഓണമൊക്കെ എവിടം വരെ? നല്ല ഓണം. ഹാപ്പി ഓണം. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. വീട്ടിൽ വന്നതും അക്കക്കും പണി കിട്ടി. കാബേജ് കൊത്താനായിട്ട് അമ്മതെ പായസം വെച്ചോണ്ടിരിക്കുകയാണ്. സേമിയ പായസം അല്ലേ?
സേമിയ പായസം. അപ്പൊ പാലൊന്നും ഒഴിച്ചില്ലല്ലോ, ഇച്ചിരി ഒഴിച്ചു. ഇച്ചിരി ഒഴിച്ചിട്ട് ബാക്കി. സ്വല്പം ഒഴിച്ച് വേവിക്കണം. ഇപ്പൊ നെയ്യിലൊക്കെയാണല്ലോ വറുത്ത, നല്ല നെയ്യുടെ സ്മെല്ലൊക്കെ അടിക്കണുണ്ട് നെയ്യിലാണ് വറുത്തത്. അല്ലേ? ശനിക്കന്നെ ഫോൺ വന്നാ ഇതിൻ്റെ ഇടയ്ക്ക്, ഓണത്തിരക്കിൽ ഫോൺ. ശരണ്യക്ക് വെള്ളപ്പായസാണ് ഇഷ്ടം, അത് കാരണമാണല്ലേ ഇന്ന് സേമിയ വെച്ചത്. സേമിയ പായസം. ഇതിൻ്റെ ഇടയ്ക്ക് എന്താണ് തിരക്ക്? ഫോൺ കൊണ്ട് വെച്ചേച്ച് ഞാൻ ആ നമ്മുടെ വെണ്ടയ്ക്ക ഇങ്ങനെ വെള്ളക്കറിയായിട്ട് ഒരു വെള്ള കളറില്ല അല്ലേ? എങ്ങനെയാണ് വെള്ള കളറില്ല അല്ലേ? വെള്ളക്കറി വെള്ളക്കറിയും വെച്ചിട്ടുണ്ട്. സദ്യയുടെ എല്ലാ കറികളും ഉണ്ട്. എല്ലാരും പായസമൊക്കെ വെച്ചാ എന്നാ പായസമൊക്കെ വെച്ചത് കമന്റ് ചെയ്യണം അല്ലേ? കമന്റ് ചെയ്യണം എന്നാ പായസം. കണ്ട അമ്മ കണ്ട സേമിയ ഒന്നുകൂടി കാണിച്ചേക്കാം. അമ്മ ചെയ്തോണ്ടിരിക്കുന്നതേ ഉള്ളു, പായസം തീർത്തും റെഡി ആയിട്ടില്ല. ആ അപ്പുറം ഇപ്പുറം സ്റ്റവ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഇടയ്ക്ക് പച്ചടി വെച്ചിട്ടുണ്ട്, പാവക്ക വെച്ചിട്ടുണ്ട്, ഇത് അവിയൽ വെച്ചിട്ടുണ്ട്. വെള്ള എന്തോ ഒരു കറിയാണ്, എനിക്കറിയില്ല. അച്ഛൻ്റെ സദ്യക്കുള്ള ഇലയൊക്കെ വെട്ടാനുള്ള തയ്യാറെടുപ്പിലാണ്. ഏതില വെട്ടണമെന്ന് അച്ഛൻ അങ്ങോട്ട് തൃപ്തി വന്നില്ല, ഓരോ വാഴയുടെയും ചെടി പോയി നോക്കുന്നുണ്ട്. എടുത്താ എന്നാൽ ഇങ്ങോട്ട് താ, ഞാൻ കയ്യിൽ പിടിച്ചോളാം. ആ ഇലയൊക്കെ വെട്ടിക്കൊണ്ട് വരണ കണ്ട അച്ഛാ? ഇലയെല്ലാം വെട്ടിയല്ലേ? നല്ല സൂചന ഇലയാണ്. എന്നാ കഴുകണം. അവിടെ പായസം എന്തായിരുന്നു നോക്കട്ടെ. ആയിട്ടുണ്ട്. ഇനി പപ്പടം കൂടി വറുക്കാം, സദ്യ വിളമ്പാം. നിങ്ങളൊക്കെ ഊണ് കഴിച്ച ഊണൊക്കെ റെഡിയായ കണ്ടാ പായസം? കണ്ട അമ്മ വെച്ച പായസം. അപ്പം നമുക്കിനി പപ്പടം കൂടി കാച്ചിക്കോ, നമുക്ക് വേഗം ഊണ് കഴിക്കാം, സദ്യ കഴിച്ചേക്കാം. ആദിത്യം വന്നിട്ടുണ്ട് കേട്ടാ. വന്ന പാടും അവൻ കപ്പലണ്ടി ചവച്ചോണ്ടിരിക്കുകയാണ്. പിന്നെ അണ്ടിപ്പരിപ്പാണ്. വേണ്ട മുണ്ടൊക്കെ കൊടുത്ത് അച്ഛൻ പപ്പടം കാച്ചാൻ തുടങ്ങി. അപ്പം ഇനി തീർന്നു, സദ്യയുടെ എല്ലാ കാര്യങ്ങളും ഒരുക്കങ്ങളും പൂർത്തീകരിച്ചെന്നുള്ളതിൻ്റെ തെളിവാണ് അച്ഛൻ പപ്പടം കാച്ചാൻ തുടങ്ങിയിരിക്കുന്നത്. അല്ലേ അച്ഛാ? അതെ. ശനി എന്തടിക്കുവാ? ഇപ്പൊ രസം വെക്കുകയാണ്. മറന്നുപോയാ ഇന്നല്ലേ? ഓർത്ത്. എന്താണമ്മേ അമ്മ എന്തോ പറയാൻ പോയെന്നല്ല? അച്ഛനെ ഇന്നലെ ഞങ്ങൾ ഇവിടെ ഇരുന്ന് പച്ചക്കറിയൊക്കെ അറിഞ്ഞപ്പോ അച്ഛനോട് പറഞ്ഞ അടുക്കള വന്ന് ഒന്ന് സഹായിച്ചതാണ്. അപ്പൊ അച്ഛൻ പറഞ്ഞല്ലോ ഓണത്തിന് പെണ്ണുങ്ങളാണ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇപ്പഴേ അച്ഛൻ പപ്പടം കാച്ചാണ്. അതാണ് ലാസ്റ്റാണ് പപ്പടം കാച്ചാണ് ഏറ്റവും മെയിൻ. അല്ല വേറൊരു സദ്യക്ക് നമ്മൾ പറയണ എന്നാ പപ്പടം പഴം പായസം, മറ്റ് കറികളുടെ പേരല്ല പറയണം. അപ്പൊ അച്ഛനറിയാം ലാസ്റ്റ് പേര് കിട്ടണത് പപ്പടത്തേലാണെന്ന് അല്ലേ? അമ്മക്ക് സൈഡ് അതല്ല ഞാൻ പിന്നെ ഇത്ര ബുദ്ധിമുട്ട് ഞാൻ തന്നെ ചെയ്തേക്കാം. ഒരു ചെറിയ സഹായം. അതെ അച്ഛൻ മെയിൻ കാര്യം ചെയ്ത് ഇല വെട്ടി. സദ്യക്ക് മെയിൻ വാഴയിലയാണ്. ആ വാഴയിലയും വെട്ടി പപ്പടവും കാച്ചി. പിന്നെ എന്നാ വേണം? അതെ അതെ. ഇവര് അമ്മയും മകളും കൂടി ഇടക്കക്കയും വന്നു കേട്ടാ. ഇത്രയും കറികളാണ് ഇന്ന് ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്ത് ചെയ്തെന്നാലും വിശേഷ ദിവസം അമ്മ വീതി വെക്കണ ഒരു ചടങ്ങാണ്. അപ്പൊ അമ്മ ഇലയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് വെക്കാം. ഇച്ചിരി ഉപ്പ് വിളമ്പിക്ക് വെച്ചു. ഉപ്പ് വേണ്ടവർക്ക് ഉപ്പ്. പഴം അവിടെ
പപ്പടം അവിയൽ വെച്ച് നോക്കാം. അവിയൽ വെച്ച് വെള്ളാച്ചാർ വെച്ച് കഴിക്കാം. അവിടെ വെച്ച് ഓരോഴിക്കേണ്ടതാണ് നടു. എല്ലാം ഇനി ഇച്ചിരി പായസം കൂടി വെച്ചാൽ മതി. ഇനി വെക്കാൻ ഇവിടെ ഞങ്ങള് ഓണസദ്യക്ക് വേണ്ടി ചെയ്തോണ്ടിരിക്കുകയാണ്. കണ്ട നമ്മുടെ കറികളൊക്കെ കണ്ട, ഒത്തിരി കറികളുണ്ട്. ശരണ്യ ഒന്ന് പറഞ്ഞു കൊടുത്തേ. ശരണ്യ 17 കറിയുണ്ട്. ആ അതൊക്കെയാണ് ഞങ്ങളുടെ. ആ ബാക്കി കറികളുണ്ടൊക്കെ ഉണ്ടല്ലോ, സാമ്പാർ, മോര്, രസം. അപ്പൊ 20 കറിയുണ്ട്. 20 കറിയുണ്ട്. അപ്പൊ ഇവര് നേരത്തെ തുടങ്ങിയപ്പോഴേ പറഞ്ഞ 20 കറി വെക്കുമെന്ന്. പിന്നെ രസമൊക്കെ ഉണ്ട്. ആ നേരെ ഞങ്ങൾ സദ്യ കഴിക്കാൻ പോവാ. അതെ, അങ്ങനെ ഇവരെല്ലാരും കൂടി സദ്യ എല്ലാരും കൂടി വന്ന് കഴിക്കും. എത്ര 23 കറികൾ കൂട്ടിയാണ് ഓണസദ്യ കഴിക്കണത്. നിങ്ങളെല്ലാവരും കഴിച്ചാ? അപ്പം ഞങ്ങൾ കഴിക്കാൻ തുടങ്ങിയാണ്. എല്ലാവർക്കും ഹാപ്പി ഓണം. ഞങ്ങൾ ഓണസദ്യ കുടുംബസമേതം കഴിക്കുകയാണ്. ഒരു പഴം എടുക്കണം, ഇച്ചിരി നാരങ്ങച്ചാറും, അതെല്ലാം കൂടെ വള്ളി നാരങ്ങ കൂട്ടി ഒന്ന് ഇങ്ങനെ ഇളക്കണം. അല്ലെങ്കിൽ പഴം ഇളക്കും. ഞാൻ പഴവും പായസം കൂടി കഴിച്ചിട്ടുണ്ട്. ഈ നാരങ്ങാച്ചാറും പായസവും ആദ്യമായിട്ട് കഴിക്കുക. ഇത് ശരണ്യയുടെ സ്പെഷ്യലാണ്. സൂപ്പർ. ഇതെനിക്ക് പറഞ്ഞു തന്നായിരുന്നല്ലോ നമ്മൾ സ്വന്തം ചേട്ടൻ. എങ്ങനെയുണ്ട് ഈ അച്ചാറിട്ട് സൂപ്പർ. അതേ പഴം കൂട്ടി കഴിച്ചിട്ടുണ്ട്. അത് കൊള്ളാം, നല്ലതാണ്. ഇതെങ്ങനെയുണ്ട്? സൂപ്പർ. അമ്മ അമ്മ അങ്ങനെ ഒന്ന് കഴിച്ചു നോക്കിക്ക്. ഇതാരാ പറഞ്ഞു തന്നു? ചേട്ടൻ സോജോണ്ണനാ പറഞ്ഞു. രണ്ടുപേര് എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ട് പഴവും പിന്നെ പഴവും വള്ളി നാരങ്ങ. പഴവും വള്ളിനാരങ്ങ അച്ചാറും ഇല്ലേ? പിന്നെ അതുകൂടാതെ ഇടയ്ക്ക് പറഞ്ഞെന്ന് പറയരുത്. എല്ലാരും നല്ല പോലെയൊക്കെയാണ് ഇരുന്ന് കഴിച്ചോണ്ടിരുന്നത്. ഇപ്പൊ ഒരാള് കാലങ്ങോട്ട് നീട്ടി വെച്ച്, ഒരാള് കാലങ്ങോട്ട് നീട്ടി വെച്ച്. കാരണം ഇവരൊന്നും താഴെ അങ്ങനെ ഇരുന്നിട്ടില്ല. അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. ഇതിങ്ങനെയൊക്കെ നിങ്ങളും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ, കമന്റ് ചെയ്യണം. അതെ അതെ. അപ്പൊ ഞങ്ങളുടെ ഓണസദ്യ ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ അത് ഞങ്ങൾ നിങ്ങളുമായിട്ടൊക്കെ പങ്കുവെച്ചതാണ്. നിങ്ങളെല്ലാവരും കഴിച്ചെന്ന് കരുതുന്നു. അപ്പൊ ഞങ്ങളുടെ ഈ വീഡിയോ ഇത്ര പേരില് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ എല്ലാവർക്കും ഒന്നുകൂടി ഓണാശംസ.